السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, സൂറത്തുൽ അംബിയ 47-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്ന മീസാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിലുള്ളത്. അഥവാ നന്മയും തിന്മയും തൂക്കി കണക്കാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള മീസാൻ. അതിൽ ആർക്കും തന്നെ ഒരു ദുൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. പിന്നെ നാം തന്നെ അവരെ വിചാരണ ചെയ്യാനായി മതിയായവനാണ്. ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. വഖഫാ ബിനാ ഹാസിബ് എന്നുള്ള കുറച്ചുകൂടി വിശദീകരിക്കാണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ. الَّذِينَ يَخْشَوْنَ رَبَّهُم بِالْغَيْبِ وَهُم مِّنَ السَّاعَةِ مُشْفِقُونَ. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. അപ്പോൾ തോന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലഖദ് ദാലിന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. നല്ലോണം ഇദ്ഹാർ ചെയ്ത് ഓതണം. വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാൻ. അവിടെ കസ്ലിയായ 2 ഹർക്കത്തിന് മധ്യേ ഉള്ളൂ. ഹാറൂന അൽ ഫുർഖാന. പിന്നെ വളിയാഅൻ വദിക്റൻ ലിൽ അവിടെ ളിയാ എന്നുള്ളടത്ത് നീട്ടാണ്ട് 5 or 6 അക്ഷരത്തിൻ്റെ നീളം നീട്ടണം. വളിയാഅൻ വദിക്റ, വളിയാഅൻ എന്നല്ല, വളിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ. വദിക്റൻ ലിൽ മുത്തഖീൻ. അവിടെ വദിക്റൻ ലിൽ, അവിടെ ആ നൂന ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തില്ലാതെ. വദിക്റൻ ലിൽ മുത്തഖീൻ. അവിടെ മദ് വഖഫിൻ്റെ താകുമ്പോൾ കുറച്ച് നീട്ടി നിർത്താം. ലിൽ മുത്തഖീൻ. പിന്നെ അല്ലദീന യഖ്ശൗന, യഹ് എന്നുള്ള ഉച്ചാരണം ശരിക്കും വെളിവായി. യഖ്ശൗന
അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. റബ്ബഹും ബിൽ ഗൈബ്. റബ്ബഹും എന്നുള്ള അവിടെ കുറച്ച് മണിക്കണം മീമ്. പിന്നെ ബിൽ ഗൈബ് നിർത്തുമ്പോൾ ബിൽ ഗൈബ് നിർത്താതെ പറഞ്ഞാൽ ബിൽ ഗൈബി വഹും മിനസ്സാഅ. വഹും മിന അവിടെ രണ്ട് മീമുണ്ട്. അവിടെ ഒന്നാമത്തെ മീമിന് സുക്കൂനാണ്. അപ്പോൾ അതുകൊണ്ടൊരു മീമിനെ മറ്റേ മീമിലേക്ക് ഇദ്ഗാം ചേർത്തിട്ട് ഗുന്നത്ത് വേണം. വഹും മിനസ്സാഅതി മുശ്ഫിഖൂൻ. മിനസ്സാഅ മിൻ അസ്സാഅ മിനസ്സാഅതി മുശ്ഫിഖൂൻ. പിന്നെ വഹാദാ ദിക്റും മുബാറക്കുൻ അൻസൽന. ദിക്റുൻ കാഫിന് സുക്കൂനാണ്. ദിക്റുൻ എന്നാണ്. വഹാദാ ദിക്റും മുബാറക്. അവിടെ നൂനെ മീമിലേക്ക് ഇദ്ഗാം ബിഗുന്ന. ദിക്റുൻ മുബാറക്കുൻ എന്നാണ്. ദിക്റുൻ മുബാറക്കുൻ. പക്ഷെ ദിക്റുൻ മുബാറക്കുൻ ഓതാൻ പാടില്ല. അവിടെ നൂന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീമിലേക്ക് നൂനെ ഇദ്ഗാം ചെയ്ത് ഗുന്നത്തോട് ഉച്ചരിക്കണം. അപ്പോൾ ദിക്റും മുബാർ അവിടെ നൂന് ഉച്ചരിക്കാൻ പാടില്ല. നൂനെ മീമാക്കി മീമിലേക്ക് ഇദ്ഗാം. ദിക്റും മുബാറക്കുൻ അൻസൽന. ദിക്റും മുബാറക്കുൻ അൻസൽന അവിടെ ഇൽഹാർ ചെയ്യണം. കാരണം ശേഷം ഹംസയാണ് വരുന്നത്. മുബാറക്കുൻ അൻസൽനാഹു. നിർത്തുകയാണെങ്കിൽ അൻസൽനാഹ്. നിർത്താതെ ഓതാണെങ്കിൽ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. മുൻകിറൂൻ അല്ല മുൻകിറൂൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നോക്കുക. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഖിയാമത്ത് നാളിന് വേണ്ടി നാം മീസാനിനെ ഖിസ്തായ അഥവാ നീതിയുക്തമായ മീസാനിനെ നാം ഖിയാമത്ത് നാളിന് വേണ്ടി വെക്കുന്നതാണ്. ഒരു നഫ്സിനും ഒരു ദുൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. ഒരു ചെറിയ കടുകുമണിയുടെ അത്രയും എന്തുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരുന്നതാണ്. പിന്നെ പറഞ്ഞു വകഫാ ബിനാ ഹാസിബീൻ. അവർക്ക് ഹിസാബ് ചെയ്യാൻ നാം മതിയായവനാണ്. അവിടെ ഹിസാബിനെ സംബന്ധിച്ച് പറയുമ്പം രണ്ട് തരം ഹിസാബുണ്ട്. അതായത് ഹിസാബും യസീറുണ്ട്. അത് രണ്ടും ഖുർആനിൽ തന്നെ പറഞ്ഞു. വഹാസബ്ന ഹിസാബൻ യസീറ. യസീർ എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പമുള്ളത്. അതുപോലെ തന്നെ അസീറുണ്ട്. അസീർ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള. യസീറുണ്ട് അസീറുണ്ട്. രണ്ട് തരം ഹിസാബുണ്ട്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹിസാബ് യസീറാണ് നടത്തുക. ഹിസാബ് യസീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് വിചാരണ ചെയ്യാൻ ഒരു പണിയില്ല. കാരണം അവൻ്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. പിന്നെ ഈ ഏട് പരിശോധിക്കലും ഈ മീസാനിൽ നോക്കലൊക്കെ പിന്നെ ആ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഹിസാബ് യസീർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിസാബുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പം പിന്നെ നാം അവർ കഠിനമായ വിചാരണ നടത്തും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആയിഷ ബി ചോദിക്കണമല്ല നബിയെ, പിന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ ഹൂസിബ ഫഖദ് ഉദ്ദിബ. മൻ ഹൂസിബ ഫഖദ് ഉദ്ദിബ. അത് ഹദീസാണ്. അതായത് ഒരു മനുഷ്യൻ വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ എന്താണ്? ശിക്ഷിക്കപ്പെടും. ഒരു മനുഷ്യൻ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. അപ്പോൾ ആ ഹദീസ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഹാസബ്നാഹു ഹിസാബ് യസീറ എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഹദീസിൽ പറഞ്ഞെന്താണ്? ഹിസാബ് നടത്തിയാൽ ഓൻ എന്ത് ചെയ്തു? ശിക്ഷിക്കപ്പെട്ടു. ഖുർആനിൽ പറഞ്ഞെന്താണ്? അവന് വിചാരണ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി വൈരുദ്ധ്യമല്ലേ പ്രവാചകർ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇന്നമാ ദാലിക അർദുൻ എന്ന് പറഞ്ഞാൽ ഈ ഹിസാബ് യസീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഹിസാബ് നടത്താന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏടുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അർള് ചെയ്യുക.
എന്ന് പറഞ്ഞാൽ നോക്കിപ്പോവുക നമ്മൾ പറഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് വിശ്വാസികൾക്കുള്ള വിചാരം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? വിചാരണ നടത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേ സമയത്ത് അസീറായ പ്രയാസമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പരിശോധിക്കുന്നു മാത്രമല്ല, അപ്പം അവനതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ കണക്ക് അള്ളാഹു സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഫഖദ് ഉദ്ദിബ, അവനെന്തായി? ശിക്ഷ ഉറപ്പാണ്. ഇപ്പം നമ്മളെ കണക്കുകൾ ആലോചിച്ച് നോക്കി, പഠിച്ചോ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ എന്തേക്കാരം ഇപ്പം നമ്മളെ അവസ്ഥ? നമ്മളൊക്കെ ചെയ്യുന്ന ഇബാദത്തിൻ്റെ എത്ര ഖിലാസും എത്ര ഈമാനും അതുപോലെ തന്നെ എത്ര തഖ്വയൊക്കെ ഉണ്ടെന്നുള്ളപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചോനെ അറിയാലോ, നമുക്കും കുറച്ചൊക്കെ അറിയാം. അപ്പോൾ രണ്ട് തരം, അതാണ് വഖഫ ബിന ഹാസിബിൻ, അവരെ വിചാരണ ചെയ്യാൻ നാം മതിയായവനാണ്. അപ്പോൾ രണ്ട് തരം ഹിസാബുണ്ട്, രണ്ടും ഖുർആനിലോ ഹദീസിലൊക്കെ വന്നതാണ്. ഒന്ന് എളുപ്പത്തിലുള്ള വിചാരണ, അത് വിശ്വാസികൾക്കാണ് ഉണ്ടാകുക. അത് അർളാണ്. അർളെന്ന് പറഞ്ഞാൽ അവരുടെ കേടുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്ത് വേഗത്തിൽ അവരെ വിചാരണ കഴിയും. അതേസമയത്ത് സത്യനിഷേധികളാണെങ്കിൽ അവന് കഠിനമായ വിചാരണ നടത്തും. ഇതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ പറഞ്ഞല്ലോ. വൈന്നമ ഉൻദിറുക്കും ബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട്, ഇപ്പോൾ സൂറത്ത് അംബിയ ആണത്, പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൗമിൻ്റെ ചരിത്രം പറഞ്ഞ ശേഷം പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് ഖുറാനിൽ നമുക്ക് മൊത്തത്തിൽ കാണുന്ന ഒരു ശൈലി. അപ്പോൾ ഖുറാനെ സംബന്ധിച്ച് പറഞ്ഞാൽ തൗറാത്തിനെ പറ്റി പറയും. അതേപോലെ തന്നെ പിന്നെ മൂസാ നബിനെ പറ്റി പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പറ്റി പറയും, റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ മൂസാ നബിനെ പറ്റി പറയും. ഈ രണ്ട് പ്രവാചകന്മാരെയും ഇടകലർത്തി പറയുക എന്നുള്ളത് ഖുറാൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു ശൈലിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായ പ്രവാചകന്മാർ. മാത്രമല്ല ഏറ്റവും റസൂലുള്ളാഹിൻ്റെ അനുയായികൾ കഴിഞ്ഞാൽ പിന്നീട് ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുള്ള തൗറാത്താണ് ഏറ്റവും അടിസ്ഥാന ബേസ്. ആ തൗറാത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണിത് ഇഞ്ചീൽ, ഈസാ നബിക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു അവസാനത്തെ പതിപ്പാണ് ഏത്? വിശുദ്ധ ഖുർആൻ. മുഹൈമിനൻ അലി എന്ന് പറഞ്ഞല്ലോ, അതിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തുന്നതാണ് മുഹൈമിൻ. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ മൂസാ നബിനെ പറ്റി പറയും, മൂസാ നബീനെ പറ്റി പറഞ്ഞ ശേഷം റസൂലുള്ളാഹിനെ പറ്റിയും പറയുന്നത് ഖുർആൻ്റെ ഇടകലർത്തി പറയുന്നൊരു ശൈലിയാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ സംഗതികൾ കഴിഞ്ഞതിന് ശേഷം വലഖദ് ആതൈനാ മൂസ വ ഹാറൂന, മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം കൊടുത്തിട്ടുണ്ട്. മൂസാ നബിയുടെ ചരിത്രത്തിൽ സൂറത്ത് താഹിൽ വിശദമായി പറഞ്ഞാൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യൻ്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയത് ആർക്കാണ്? ഹാറൂൻ നബിക്കാണ്. കാരണം എന്താ? എൻ്റെ സഹോദരൻ്റെ ശഫാഅത്ത് കൊണ്ട് എന്തായി? പ്രവാചകനായില്ലേ. സാധാ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ശഫാഅത്തിലൂടെയാണ് ഹാറൂൻ നബിനെ എന്താക്കുന്നത്? പ്രവാചകനാക്കുന്നത്. അപ്പോൾ ഇവിടെ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം ഫുർഖാൻ കൊടുത്തു. ഇവിടെ മൂസാ നബിക്കാണ് അസലിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് തബഅൻ ആ ശരീഅത്ത് പിൻപറ്റേണ്ട ആൾ എന്ന നിലക്കാണ് ഹാറൂൻ നബിയെയും അള്ളാഹുവിടെ പരാമർശിച്ചത്. അല്ലാതെ വേദഗ്രന്ഥം നൽകപ്പെട്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. അത് ഇബ്രാഹിം നബിൻ്റെ ചരിത്രം പറയുമ്പോഴും കാണാൻ കഴിയും. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന് ഇസ്മായിൽ നബിക്കൊക്കെ വേദഗ്രന്ഥം കൊടുത്തു പറയും. ഇബ്രാഹിം നബിക്ക് കിട്ടിയ വേദഗ്രന്ഥത്തിൻ്റെ തബഅൻ എന്ന് പറഞ്ഞാൽ അതിനെ തുടർത്തിയിട്ടാണ് മക്കൾക്കും കിട്ടിയിട്ടുള്ളതെന്ന് അർത്ഥം. ഇവിടെ ഫുർഖാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആനെ പറ്റിയും ഫുർഖാൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ചെറുക്ക് വ്യവച്ഛേദിക്കുന്നു. ഫറഖ എന്ന് പറഞ്ഞാ വെറുത്ത്. ഫർഖ് എന്ന് പറയുന്നത് ഫർഖുൻ വ്യത്യാസം എന്ന് പറയും. ഫർഖ് എന്ന് പറയുന്നത് വ്യത്യാസം, രണ്ട് തമ്മിൽ വ്യത്യാസം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്നത് അതാണ് ഫുർഖാൻ എന്ന് പറഞ്ഞത്. രണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്നതാ? ലോകത്ത് എന്തേ ഉള്ളൂ?
ഹക്കും ബാത്തിലുള്ളൂ. ഫമാദ ബഅദൽ ഹഖി ഇല്ല ളലാൽ. എൻ്റെ അടീക്കൂടെ പിന്നെ നിഷ്പക്ഷം എന്ന് പറഞ്ഞ പക്ഷമില്ല. ഫമാദ ബഅദൽ ഹഖി ഇല്ല ളലാൽ. ഹക്കിന് ശേഷം വേറെന്തേ ഉള്ളൂ? ഒന്നുകിൽ ഹക്ക് അല്ലെങ്കിൽ ബാത്തില്. ചിലക്കാരില്ല ഞാൻ നിഷ്പക്ഷനാണ്, അങ്ങനത്തെ ഒരു പക്ഷമില്ല. അത് മുനാഫിക്കുകളുടെ പക്ഷമാണ്. മനസ്സിലായത്? ഹക്കൻ ഒന്നുകിൽ ഹക്കിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെ നിൽക്കണം. സാദിഖീങ്ങളാണെന്ന് മാത്രമല്ല, സാദിഖീങ്ങളുടെ കൂടെ നിൽക്കും വേണം. അപ്പോൾ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്നത്. അതായത് മൂസാ നബിക്ക് കിട്ടിയ തൗറാത്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം തൗറാത്ത് മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം കൊടുത്തു. വളിയാഅൻ, ലൗ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നർത്ഥം. ളിയാ എന്ന് പറഞ്ഞാലും പ്രകാശം. ളിയാ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പ്രകാശം കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ, ഇപ്പം നമുക്കറിയാം, പിന്നെ ഖുർആനെ സംബന്ധിച്ചും അള്ളാഹു നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തൗറാത്തിനെ പറ്റി ളിയാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ വെളിച്ചാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഏത് വെളിച്ചം? അയച്ച് മുസാഫിനെ വിളിച്ചവൻ്റെ ടോർച്ച ഉണ്ടെന്ന് ആ വെളിച്ചല്ല ഉദ്ദേശം. അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്കും സമൂഹത്തിനും നമ്മൾ സാധാരണ ഇരുട്ടിൽ പിന്നാണല്ലോ വെളിച്ചം ആവശ്യം ഉണ്ടാകുക. അതുകൊണ്ടാണല്ലോ പിന്നെ തൗറാത്താണെങ്കിലും അതുപോലെ തന്നെ ഖുർആനാണെങ്കിലൊക്കെ അവതരിക്കപ്പെട്ടത് എപ്പോഴാണ്? രാത്രിയിലാണ്. തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടതും ഖുർആൻ അവതരിപ്പിക്കുന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തിലാണല്ലോ, രാത്രിയിലാണല്ലോ. അപ്പം രാത്രിയാണ് പ്രകാശം കൂടുതൽ ആവശ്യം ഉണ്ടാകുക. മനസ്സിലായില്ലേ? അപ്പം ആ പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം ഉണ്ടെന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് പ്രകാശം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ശിർക്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുൽമാണ് ഇരുട്ടെന്ന് പറയുന്നത്. ഇന്ന ശിർക ദുൽമുൻ അദീം. ആ ശിർക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം ആവശ്യമുള്ള ഖുർആൻ്റെ വെളിച്ചമാണ്. ആ ഖുർആൻ്റെയും അതിൻ്റെയൊക്കെ വെളിച്ചം ആളുകളുടെ മനസ്സിലേക്ക് കിട്ടിയാൽ ഒരു നന്നാവും. അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാരുകൾ ഖുർആൻ പഠിക്കരുത്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, അതിൻ്റെ പരിഭാഷ ഇറക്കാൻ വേണ്ടി എപ്പോഴും പറഞ്ഞ ആൾക്കാരുണ്ട്. ഖുർആൻ പരിഭാഷ ഇറക്കിയതാണ്ട് കേരളത്തിലൊക്കെ പ്രശ്നം ഉണ്ടായത്. ആലോചിച്ച് നോക്കണം. ഖുർആൻ പരിഭാഷ സമസ്തക്കാരിറക്കിയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഖുർആനിലെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ അർത്ഥസഹിതം ഒരു മനുഷ്യൻ മനസ്സ് തുറന്ന് വായിച്ചാൽ അവന് ശരിക്ക് അതിൻ്റെ വെളിച്ചം കയറുമല്ലോ. ഒരായത്തൊക്കെ മനസ്സിലാക്കിയിട്ട് മാറി എത്ര ലോകത്ത് എത്ര ആൾക്കാരുണ്ട്. പിന്നീട് അവന് ഖുർആൻ മുഴുവൻ പഠിക്കണേ. അപ്പോൾ അതാണ് ളിയാ എന്ന് പറഞ്ഞാൽ. പിന്നെ വദിക്റൻ ലിൽ മുത്തഖീൻ. വേദഗ്രന്ഥങ്ങളൊരു പിന്നെ രീതി എന്താ വെച്ചാൽ അത് ദിക്റാണ്, ഉത്ബോധനമാണ്. ആർക്ക്? ലിൽ മുത്തഖീൻ. അപ്പോൾ ഖുർആൻ കേട്ട എല്ലാവരും നന്നാവില്ല. ആരെന്നാവുള്ളൂ? മുത്തഖീനാണ്. അതാണ് ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നബി നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, ഓർക്ക് ഉപദേശോപകാരം ചെയ്യും. അല്ലാത്തവർക്ക് മനസ്സിൽ കാപട്യവും നിഫാഖൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓനങ്ങനെ കേൾക്കും, ആ എന്താ മാഷാ നല്ല ക്ലാസ്സാണ്, അവിടെ എന്താ കിട്ടിയേ, ഓന് കുറേ ഇങ്ങനെ ഒച്ച കേട്ട് കുറേ നേരം. മനസ്സിലായില്ലേ? അതേ കിട്ടുള്ളൂ. അപ്പോൾ വദിക്ര എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്, ഓർമ്മപ്പെടുത്തൽ. ദിക്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓർമ്മപ്പെടുത്തലാണ്. ആ മുത്തഖീങ്ങളായ ആളുകൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വേദഗ്രന്ഥം. അതുകൊണ്ടാണ് ആ വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോൾ ഇന്ന് തൗറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നതിന് പ്രസക്തി ഇല്ല. കാരണം തൗറാത്തിൻ്റെ ശേഷമാണ് വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ വന്നതുകൊണ്ട് പിന്നെ തൗറാത്തിന് പ്രസക്തി ഇല്ല. പക്ഷെ അത് അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞു. മൂസാ നബിക്ക് കൊടുത്ത വേദഗ്രന്ഥത്തിൽ ദിക്റും ളിയാ ഒക്കെ ഉണ്ടായിരുന്നു ലിൽ മുത്തഖീൻ. എന്നിട്ട് അള്ളാഹ് പറയാണ് ആരാണ് മുത്തഖീങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ കൊണ്ട് ളിയാവും ദിക്റും ഒക്കെ കിട്ടുന്ന മുത്തഖീങ്ങൾ ആരാണ്? ഇപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ അല്ലെങ്കിൽ നമ്മൾക്കിടയിലൊക്കെ മുത്തഖി വലിയ മുത്തഖി എന്ന് പറയും. പക്ഷെ അവൻ വലിയ മുത്തഖിയാണെന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അവൻ്റെ രഹസ്യം അറിയണം. പരസ്യമായ ജീവിതമല്ല ഒരു മനുഷ്യൻ്റെ തഖ്വയുടെ, അതിൻ്റെ മാനദണ്ഡമല്ല എന്നല്ല പറഞ്ഞ്, പക്ഷെ പരസ്യ ജീവിതത്തേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ്റെ തഖ്വ പരീക്ഷിക്കപ്പെടുന്ന എവിടെയാണ്? രഹസ്യ ജീവിതത്തിലാണ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ പരസ്യമായ ബാഹ്യമായ പ്രകടനം. ഇപ്പോൾ കപടവിശ്വാസികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയും, ഇന്നക റസൂൽ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്.
നമ്മളൊക്കെ നിങ്ങളാണ് നബി അങ്ങനെ ഉണ്ടല്ലോ വെച്ചാൽ ഞങ്ങളും ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ, ഞാനും ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ പറഞ്ഞു ചില ആൾക്കാർ. അപ്പം എന്താ അള്ളാഹ് പറഞ്ഞത്? അല്ലാഹു യശ്ഹദു അന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഓരോ നുണയന്മാരാണ്. നിങ്ങളെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ തൊള്ളപടായി പറയാണ്. കാരണം ഓരോ മനസ്സിൽ അതല്ല, വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഈമാൻ കയറിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ സംഗതികളല്ല തഖ്വയുടെ മാനദണ്ഡം. അതിൻ്റെ അർത്ഥം വെച്ചാൽ ചില ആൾക്കാർ അത്തഖ്വ ഹൗന എന്ന് പറഞ്ഞ താടിയൊക്കെ പഠിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖത്തേക്കും നിങ്ങളുടെ ഡ്രസ്സിലേക്കൊന്നുമല്ല നോക്കുക, പിന്നെ എടുക്കാൻ നോക്കുക, ഹൃദയത്തേക്കാണ് നോക്കുക. അതുകൊണ്ട് ഇനി മുഖത്ത് താടിയും വേണ്ട, ഞാൻ ഡ്രസ്സ് കുറച്ച് നിര്യാണിക്ക് താഴത്തായാലും കുഴപ്പമൊന്നുമില്ല, അതാണ് ഡ്രസ്സൊക്കെ നോക്കൂല, അല്ല എടുക്കാൻ നോക്കുള്ളൂ. അത് വേറെ ഇബ്ലീസിൻ്റെ വേദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തേക്ക് നോക്കും, അമലുക്കും നോക്കും. കാരണം ഇവിടെയുള്ള നന്നായാലേ പുറത്തേക്ക് എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ അടയാളം വരുള്ളൂ. ഉള്ളിൽ നന്നായാലേ പുറത്തേക്ക് അതിൻ്റെ അടയാളം വരുള്ളൂ. ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ പുറത്തേക്ക് കാണുള്ളൂ. ഇവൻ ഉള്ളിൽ ഈമാൻ ഇല്ലെങ്കിൽ പുറത്തേക്ക് അതിൻ്റെ അലാമത്ത് കാണുള്ളൂ. അപ്പോൾ പുറത്തൊന്നും കാണില്ല, ഇതിൻ്റെ അർത്ഥം എന്താ? ഉള്ളിലും ഇല്ല. മനസ്സിലായില്ലേ? പുറത്തേക്കൊന്നും ഇസ്ലാമിൻ്റെ ഷിയാറുകളൊന്നും കാണുക എന്നതിൻ്റെ അർത്ഥം ഉള്ളിലും കുറവാണെന്നതിൻ്റെ അർത്ഥം. ഇനി അല്ലാഹു പറയുന്നത് ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകൾ, യഖ്ശൗന റബ്ബഹും, അവർ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ബിൽ ഗൈബ്, ഗൈബിയായിക്കൊണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്നവരാണ്. ഗൈബിയായി ഭയപ്പെടുന്ന പറഞ്ഞാൽ ആരും കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബിനെ കാണും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പം മൽ ഇഹ്സാൻ എന്ന് ചോദിച്ചില്ലേ? എന്താണ് ഇഹ്സാൻ നബി? അവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ റബ്ബിനെ കാണുന്ന പോലെ ആരാധിക്കുക. നീ നിന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പം റബ്ബിനെ നമ്മൾ കാണുന്ന പോലെ ആരാധിക്കുക. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ റഖീബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള അവരാണ് ശരിക്കും മുത്തഖീങ്ങൾ. ശരിക്കും അവിടെയാണ് തഖ്വ പരീക്ഷിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 7 വിഭാഗങ്ങൾ എടുത്തു നോക്കണ്ടേ? അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം പറഞ്ഞെടുത്ത് 7 വിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ രഹസ്യമായി സൃഷ്ടികളെയല്ല, സ്രഷ്ടാവിനെ രഹസ്യമായി ഭയപ്പെടുന്നവരാണ് ഈ 7 വിഭാഗം എടുത്ത് നോക്കിയാൽ. ഇപ്പം നോക്കിക്കോ, ഇമാമുൻ ആദിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇമാമുൻ ആദിൽ. ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാളാരും ചോദ്യം ചെയ്യൂല. ചോദ്യം ചെയ്യും? അയാളല്ലേ അവിടുത്തെ പരമാധികാരി. ആ പരമാധികാരിയെ സംബന്ധിച്ച് അയാൾ എന്ത് അക്രമം കാണിച്ചാലും ഒരുപക്ഷെ അയാൾ ഭൗതികമായി പിടിക്കപ്പെടില്ല. പക്ഷെ എന്നാലും ഈ ദുനിയാവിൽ ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പരലോകത്ത് ഞാൻ പിടിക്കപ്പെടും എന്ന അതാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബിൽ പടച്ചോനെ പേടിച്ച ഒരു ഭരണാധികാരി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? 7 വിഭാഗത്തിൽ ഒരു മനുഷ്യൻ വിശ്വാസം പറഞ്ഞു, ഒരു സൗന്ദര്യമുള്ളൊരു പെണ്ണ് ഒരു വേണ്ടാത്ത വൃത്തിക്കൊരു മനുഷ്യനെ ക്ഷണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത്തഖില്ല, ഞാൻ പടച്ചവനെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളും വൃത്തികേടുകൾ ചെയ്യാൻ ഒരു മനുഷ്യന് സാഹചര്യം വന്നിട്ടും യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബിയായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം അയാളെ തിന്മയിൽ നിന്ന് മാറിക്കണം. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിയുന്നില്ല. വലത് കൈ ചെലവഴിച്ചത് അത്രയും രഹസ്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഹദീസ് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. കാരണം ഗൂഗിൾ പേ ഒക്കെ ഒറ്റ കൈ മതിയല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ അത്രയും രഹസ്യമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും. കാരണം ഒരു പബ്ലിസിറ്റി ആവശ്യമില്ല. അവർ അള്ളാഹുവിനെ ഗൈബിയായിക്കൊണ്ട് ഭയപ്പെടുന്നവരാണ്. അവരാണ് ശരിക്കും മുത്തഖീങ്ങൾ. അതേപോലെ തന്നെ ഹദീസിൻ്റെ വാക്കുകളല്ല, ഇപ്പോൾ ഷാബുന്ന ഷാഫിബാത്തില്ല, ഈ യുവത്വ കാലഘട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ. ഇപ്പോഴത്തെ യുവാക്കൾക്ക് യുവതികൾക്ക് ശ്രദ്ധിക്കേണ്ട ഹദീസാണ്.
അതായത് യുവത്വം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ യുവത്വം എന്നൊക്കെ പറഞ്ഞ റീൽസും അതുപോലെ തന്നെ പിന്നെ വേറെ എന്തൊക്കെയാണ് എനിക്ക് പേര് എനിക്കറിയില്ല, അതൊക്കെ ഉള്ളതാണല്ലോ ഇന്നത്തെ. അതൊന്നുമില്ല, അതൊന്നും കാണാത്തവരെന്തല്ല ഒരു പിന്നെ 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടിയിട്ടാത്തവരെന്നൊക്കെ പറഞ്ഞ മോഡല് അങ്ങനെയാണ്. അപ്പം ശരിക്കും എന്താ വെച്ചാൽ പിന്നെ ലഹരിയും അതുപോലെ തന്നെ പെണ്ണും തോന്നിയാസങ്ങളും ഇതൊന്നും ഇല്ലാത്തവർ വളരെ വളരെ അപൂർവമായിരിക്കും. അപ്പം ശരിക്കും അവർ ആ യുവത്വ കാലഘട്ടം മറ്റുള്ളവർ ചെലവഴിക്കുന്ന തോന്നിയാസത്തിലേക്ക് പോകുമ്പോഴും താൻ തോന്നിവാസത്തിലേക്ക് പോകാതെ മാറിക്കണമെന്നാണ് അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. പടച്ചോനെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറിക്കണം. ഇത് ബാക്കിയുള്ള ഏത് വിഭാഗം അങ്ങനെ തന്നെയാണ്. പറഞ്ഞു വെച്ചാൽ ഇതാണ് ശരിക്ക് തഖ്വയുടെ മാനദണ്ഡം. ഒന്നാമത്തെ മാനദണ്ഡം യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും, ഒരു വിഭാഗം ആളുകൾക്കൊഴികെ. അതാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ബാഹ്യമായ സന്ദർഭങ്ങളിൽ അഥവാ ആളുകൾ കാണുമ്പോഴൊന്നും അവനെന്ത് ചെയ്യൂല, തെറ്റിയൂല. പക്ഷേ വൈദാ ഖലൗ ഇൻതഹകു ഇലാ മഹാരിമില്ലാ, അവർ രഹസ്യമായ അവസ്ഥകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിലേക്ക് അവർ പോകും. ഇതൊക്കെ നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട ഹദീസാണ്. അതായത് പരസ്യമായിക്കൊണ്ട് എല്ലാവരുടെ മുമ്പിലും നല്ല ആളുകളായിരിക്കും. പക്ഷെ വൈദാ ഖലൗ, അവർ ഒറ്റക്കായാൽ ഇൻതഹകു ഇലാ മഹാരിമില്ലാ, അള്ളാഹുവിൻ്റെ ഹറാമാക്കിയതിലേക്ക് അവരെന്ത് ചെയ്യും, പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ട്. അപ്പോൾ അതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലൊക്കെ. കാരണം പണ്ടൊക്കെ ഒരു മനുഷ്യർ തോന്നിയാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയായിരുന്നു. ഒരു തോന്നിയാസം ചെയ്യണമെങ്കിൽ തോന്നിയാസം കാണണമെങ്കിലൊക്കെ ഒരുപാട് അധ്വാനിക്കേണ്ടിയിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു അധ്വാനമില്ല. അവനവൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നും അവനവൻ്റെ റൂമിൽ നിന്നും ഇനി എവിടെ നിന്നാണെങ്കിലും എന്ത് വൃത്തികേടുകളും ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈ എന്നുള്ള പറഞ്ഞ പോലെ എല്ലാ വാതിലുകളും നാം അവർക്ക് മേൽ തുറന്ന് കൊടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ രഹസ്യമെന്ന് പറയുന്ന ഒന്നുണ്ട്, അപ്പം ഒന്നില്ലല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഈ പിന്നെ നഗ്നതയും അതുപോലത്തെ തോന്നിയാസങ്ങളും കണ്ടൊക്കെയാണ് വളർന്നു വരുന്നത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ പിന്നെ എന്താ പറയുക, മുതിർന്ന നമ്മുടെയൊക്കെ കാരണന്മാർ അവരെത്ര പിന്നെ പരിമിതമായ ഭൗതിക സാഹചര്യങ്ങൾ ജീവിച്ചവരാണെങ്കിലും അവർക്കൊരു ഈ വിഷയത്തിലൊക്കെ ഭയങ്കര സൂക്ഷ്മത അവർ പാലിച്ചിരുന്നു ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ വാപ്പക്കാരന്മാർക്കൊക്കെ അവരൊക്കെ ശരിക്കും ഒരു വീട്ടിൽ ഒരു പിന്നെ എങ്ങനെയാണ് ജീവിച്ചെന്ന് പറഞ്ഞാൽ വലിയ എത്ര വീടുകളൊന്നും ചെറുതില്ലല്ലോ, എന്നാലും ആ കുടുംബങ്ങൾ പരിമിതമായ സൗകര്യങ്ങൾ ജീവിച്ചാലും ഈ വിഷയത്തിലൊക്കെ വളരെയധികം സൂക്ഷ്മതകൾ അവർ കാണിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ സമുദായം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കുത്തഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിനിടയിൽ തന്നെ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സമൂഹത്തിൽ. ഇതൊക്കെ ഈ പറഞ്ഞതില്ലാത്ത അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബിയായി പടച്ചറബിനെ സൂക്ഷിക്കുന്ന അവസ്ഥ ഉണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം വഹും മിനസ്സാഅത്തി മുശ്ഫിഖൂൻ, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുന്നവരായിരിക്കും. സാഅത്ത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഖിയാമത്താണ്. ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് മുശ്ഫിഖൂൻ എന്ന് പറഞ്ഞാൽ ഖായിഫൂൻ എന്നർത്ഥം, ഭയപ്പെടുന്നവരായിരിക്കും. പടച്ചോനെ എനിക്ക് മരിച്ചു പോകണമല്ലോ, എനിക്ക് പരലോകത്ത് പടച്ചറബിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന ഒരു ബോധം ഒരു മനുഷ്യന് ഉള്ളവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞു. രണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു. ഒന്ന് രഹസ്യമായി പടച്ചറബിനെ ഭയപ്പെടുക, രണ്ടാമത്തത് പരലോകത്തെ ഒരു മനുഷ്യൻ ഭയപ്പെടുക. പരലോകത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ വകുപ്പില്ല. നമ്മൾ പിന്നെ ഭയപ്പെട്ടാലില്ലെങ്കിലും പരലോകത്തേക്ക് നമ്മളെത്തും. പക്ഷെ അവിടെയുള്ള വിചാരണയും അവിടുത്തെ രക്ഷയും ശിക്ഷയും അവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാക്കുക. പരലോക ചിന്ത ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യൻ മുത്തഖിയാകാനുള്ള രണ്ടാമത്തെ ക്വാളിറ്റി. എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിക്കുക രഹസ്യമായി, രണ്ടാമത്തത് പരലോകത്തെയും ഭയപ്പെടുക. ഈ രണ്ട് കാരണങ്ങൾ, ഈ കാര്യങ്ങൾ ഉള്ളവരാണ് ആര്?
ആര്? അൽ മുത്തഖീൻ. വദിക്റൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. ഇനി അള്ളാഹ് പറയാണ്, ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു. ഇനി അള്ളാഹ് പറയാണ് വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു. ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഇപ്പൊ തൗറാത്തിനെ പറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു തൗറാത്ത് പറഞ്ഞ പിന്നെ ഖുർആനെ പറ്റി പറയും. വഹാദാ ദിക്റുൻ, ഇനി ഇതും ദിക്റാണ്. തൗറാത്തിനെ പറ്റി ദിക്റാന്ന് പറഞ്ഞല്ലോ, തൗറാത്തിനെ പറ്റി എന്ത് പറഞ്ഞു? ദിക്ർ എന്ന് പറഞ്ഞു. ഇനി ആ ഖുർആനെ പറ്റി പറഞ്ഞ അൽ വഹാദാ ദിക്റുൻ, ഇതും ദിക്റാണ്. ഏത്? ഈ ഖുർആൻ. മുബാറക്കുൻ, എങ്ങനത്തെ ദിക്റാണ്? ഖുർആൻ മുബാറക്കാണ്. എന്താ ഖുർആൻ മുബാറക്ക് എന്ന് പറഞ്ഞാൽ? ബറക്കത്തുള്ളതെന്നാണ് ചേർക്കുക. മുബാറക്ക് എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ളത്. അപ്പൊ നോക്കിക്കോ, ഖുർആന്റെ ബർക്കത്തുകൾ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഒന്ന് ഖുർആൻ ഇറക്കപ്പെട്ട സ്ഥലം, അതേതാണ്? ഖുർആന്റെ ബർക്കത്ത്. മുബാറക്ക് എന്ന് പറഞ്ഞാൽ ഖുർആൻ ബർക്കത്താണ്. ഖുർആൻ ഇറക്കപ്പെട്ട സ്ഥലം എവിടെ? തുടക്കം മക്കയിലാണല്ലോ. മക്ക എന്ന് പറഞ്ഞാൽ ഹറം, ബർക്കത്തുള്ള രാജ്യം. ഖുർആൻ ഇറക്കുന്നത് ആർക്ക് മേലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മുബാറക്കാണ്. മൂന്നാമത്തെ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ബർക്കത്തുണ്ടോ? ഉണ്ട്. റമളാൻ കണ്ടോ, ബർക്കത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമു. ഖുർആൻ പഠിക്കണമെന്ന് ബർക്കത്തുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിൽ ഇമാമത്തിൽ കണ്ട ആരാണ്? അഖ്റഅക്കും ലികിതാബില്ലാഹ്. ഖുർആൻ ഏറ്റവും കൂടുതൽ നന്നായി ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. അത് എന്തിൻ്റെ ബർക്കത്താ? ഖുർആന്റെ ബർക്കത്താണ്. എന്ന് പറഞ്ഞാൽ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാത്തിനും ബർക്കത്തുണ്ട്. നബിയാണെങ്കിലും സ്ഥലമാണെങ്കിലും വ്യക്തികളാണെങ്കിലും. നോക്കിക്കോ, ഇനി പിന്നെ ഇവിടെ പറഞ്ഞു നമസ്കാരം, സ്വലാത്തിൽ ഇമാമത്ത്. ഇനി പിന്നെ രണ്ട് മനുഷ്യന്മാരെ ഒന്നിച്ച് ഒരു ഖബറിൽ മറമാടപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദ്യം ഖബർ കറക്കേണ്ട ആരാണ്? ഖുർആൻ പഠിച്ചാണ്. മനസ്സിലായത്? ഇപ്പൊ രണ്ട് മയ്യത്തുകൾ ഒന്നിച്ച് ഖബറിലേക്ക് ഇറക്കുകയാണെങ്കിൽ ആ മയ്യത്തുകളിൽ ഏറ്റവും ഖുർആൻ അറിയുന്നവരെയാണ് ആദ്യം ഇറക്കട്ടെ. അവരാണ് ഖിബലയുടെ ഭാഗത്തേക്ക് കിടത്തേണ്ടത്, മറ്റയാളെ പുറത്ത് കിടത്തണം. അപ്പോൾ അതെന്തിൻ്റെ ബർക്കത്താ? അതാണ് മുബാറക്ക് എന്ന് പറഞ്ഞത്. അതായത് ആ ബർക്കത്തുള്ളെന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്ത ബർക്കത്ത് ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലുണ്ട്. ഇനി ഖബറിൽ കിടക്കുമ്പോഴും ബർക്കത്തുണ്ട്, പരലോകത്ത് വരുമ്പോഴും പിന്നെ ഖുർആൻ്റെ ആലുംബ്രാനും പിന്നെ അതുപോലെ തന്നെ ബക്രിയും ഒക്കെ അവന് തണലായി നിൽക്കുമെന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പം ശരിക്ക് ഹാദാ ദിക്റുൻ മുബാറക്കുൻ അൻസൽനാഹു, നാം ഇറക്കിയിരിക്കുന്ന മുബാറക്കായ ഒരു ദിക്റാണിത്. അപ്പോൾ ഖുർആൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ഓതുക, പാരായണം ചെയ്യുക, പഠിക്കുക, ചിന്തിക്കുക, അതിനെപ്പറ്റി ആലോചിക്കുക, അതിനെ സംബന്ധിച്ച് വായിക്കുക, അതൊക്കെ ബർക്കത്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതാണ് വിശുദ്ധ റമളാൻ വരുമ്പം ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടാൻ ഉള്ള അവസരമാണ് നമുക്കുള്ളത്. ഞാൻ നിങ്ങളോട് സാന്ദർഭികമായിട്ട് പറയാണ്, പിന്നെ ഖുർആൻ വരുമ്പം റമളാൻ വരുമ്പം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം തീർക്കാത്ത ആരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തം തീർക്കാത്തൊരാരും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ സാധാരണ പറഞ്ഞാണ്, പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ പെരുവത്തേക്കാരം, പിന്നെ ഇങ്ങനെ ഓതി പിന്നെങ്ങനെ അതുകൊണ്ട് പോകണതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ഓത്തേണ്ട 5 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നൊക്കെ തോന്നും. പക്ഷേ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ചുരുങ്ങിപ്പോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓതുമ്പോൾ ഒരിക്കലും സഹാബി പിന്നെ ഇവിടെ കുതിരകൾ ചാടുന്ന കണ്ട്, ഇമാം ബുഖാരി ധരിച്ച ഹദീസാണല്ലോ, കുതിരകൾ ഇങ്ങനെ ഭയങ്കരമായി ചാടി വിരലെടുക്കുന്നുണ്ട്. അപ്പോൾ സഹാബി ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വെച്ചപ്പോൾ എന്താ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് ഖുർആൻ ഓത്ത് കേട്ട് മലക്കൾ ഇറങ്ങിയത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ ഇറങ്ങിയതാണത്. അപ്പം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന സദസ്സിലും ഖുർആൻ ഓതുന്ന സദസ്സിലൊക്കെ, ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ സാക്ഷി ഉണ്ടാവും. അപ്പം ആ ഖുർആൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതുണ്ടാകണം. അതിന് ഖുർആൻ ഓതുന്ന സന്ദർഭം ഉണ്ടാകും. പ്രത്യേകിച്ചും റമളാനിൽ
നമ്മളതുമായി കൊണ്ട് ബന്ധപ്പെടണം. ഹിഫ്ളാക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ആക്കാം. ഇനി അതല്ല, ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു മുജറദുൽ ഖിറ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓതിപ്പോലില്ല, അതിന് കൂലുണ്ടാവും. പക്ഷെ ഖുർആൻ്റെ ലക്ഷ്യം ഓത്തല്ലല്ലോ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ തഖറഊനൽ ഖുർആൻ എന്നുള്ള ചോദിക്കണില്ല. എന്നാൽ ഖുർആൻ ഓതുന്നതിന് യത്ലൂന കിതാബല്ലാഹ് എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ ഓതുന്നവരാണ്. പക്ഷേ അടിസ്ഥാനം എന്താണ് മനസ്സിലാക്കുക. അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കുറേ ആയത്ത് ഓതുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യം ഒരായത്തിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതായത് നമുക്ക് ഒരു 10 വട്ടം ഖത്തം തീർക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കൂടുതൽ പുണ്യം ഏതാണ്? ഒരു 10 ജുസോ നമ്മൾ എന്ത് ചെയ്യുക, അർത്ഥസഹിതം പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. കാരണം ഖുർആനിൻ്റെ ആശയം മനസ്സൊക്കെ കയറുമ്പോഴാണ് അതുകൊണ്ട് എന്ത് കിട്ടുക, നേരത്തെ പറഞ്ഞ ദിക്റും ളിയാവും കിട്ടുക. മറ്റേ ഓതിക്കഴിഞ്ഞാൽ ഈമാൻ കൂടും, അതിന് സംശയമൊന്നുമില്ല. കാരണം വല്ല വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അത് ഖുർആൻ്റെ പ്രത്യേകതയാണ്. ഖുർആൻ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. പക്ഷേ ഖുർആൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ദിക്റാണ്. മുബാറക്കുൻ യദ്ദബ്ബുറു ആയാത്തി, അതിൻ്റെ ആയത്തുകൾ ചിന്തിക്കണം, പഠിക്കണം. അതിനാണ് നമ്മൾ ക്യൂച്ചലസും കാര്യങ്ങളൊക്കെ വെക്കണം, അതിൻ്റെ ഓരോ ആയത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കി പോകാൻ വേണ്ടി. അപ്പോൾ ഖുർആൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തുമുള്ള ബർക്കത്താണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന വിശ്വാസം പറഞ്ഞ് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അന്ന് രാത്രി പിശാചവൻ അടുക്കൂല, ഹദീസുകളല്ലേ? അതെന്തിൻ്റെ ബർക്കത്താ? ആയത്തുൽ കുർസിൻ്റെ ബർക്കത്താണ്. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഖുൽഹുല്ലാഹു ഓതിയ, ഖുൽ റബ്ബിന്നാസ് ഫലഖ്, ഇതൊക്കെ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതുക. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സഹാബത്ത് മന്ത്രിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ ഖുർആൻ്റെ ബർക്കത്താണ്. അപ്പം നമ്മൾ ഖുർആൻ ഓതിയിട്ട് ആ കയ്യിലേക്ക് ഊതുമ്പം നമ്മുടെ കൈ തടവുമ്പോൾ അതെന്താണ്? ആ ബർക്കത്ത് എന്താ? നമ്മുടെ സാധാരണ ഊത്തിൻ്റെ ബർക്കത്തല്ലേ, നമ്മൾ ആ ഖുർആൻ ഓതിയ ആ വായ കൊണ്ടാണ് ഊതുന്നത്, അതാണ് ബർക്കത്ത്. അതായത് നമ്മളിങ്ങനെ ഐസ്ക്രീം ഇന്നുകാണ്ട് ഊതി തടവിയാൽ ആ ബർക്കത്ത് ഉണ്ടാവില്ല. എപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാകുക? ഖുർആൻ ഓതിയിട്ട് കയ്യിലേക്ക് ഊതി തടവുമ്പോൾ. അപ്പോൾ ആ എന്താണ് തടവുമ്പോൾ കിട്ടുന്ന ബർക്കത്ത്? ഇതാണ് ഖുർആൻ്റെ ബർക്കത്താണ്. മനസ്സിലായില്ലേ? ആ ഓത്തിൻ്റെ ബർക്കത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് മുബാറക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കിയ എല്ലാത്തിലും ബർക്കത്തുണ്ട്. ഇനി ആ ബർക്കത്ത് എടുക്കൽ ഇപ്പം നമ്മളെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബർക്കത്ത് എടുക്കൽ ചുരുക്കാണ്. സംസമിന് ബർക്കത്തിൻ്റെ വിശ്വസിച്ചാൽ ചുരുക്കാണ്. അതെന്ത് ചുരുക്കാത്? അള്ള ബർക്കത്ത് വെച്ചതാണത്, നമ്മൾ ഉണ്ടാക്കിയതല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളയാണ് ഖുർആന് ബർക്കത്ത് വെച്ചത്, സംസമിനും ബർക്കത്ത് വെച്ച്. ആ സംസമിൻ്റെ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു, ഖുർആൻ്റെ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് ചുരുക്കല്ല. മനസ്സിലായില്ലേ? അല്ല, സംസമിന് സ്വയം ബർക്കത്തുണ്ടായതല്ല, അത് അള്ളാഹ് വച്ച ബർക്കത്ത് നമ്മൾ എടുക്കുന്നത്. ബർക്കത്തുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ബർക്കത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹദീസിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണ് ഈ ഇതിൻ്റെ സമയം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, സുബഹിസ്കരിച്ചിട്ട് സൂര്യോദയം വരെയുള്ള സമയം. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നത്, റമദാൻ മാസം എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ നീക്കണോണ്ട് ചിലപ്പം സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും. ഒരു കാരണവശാലും സുബഹിൻ്റെ ശേഷം സൂര്യോദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ല, ഒരിക്കലും ഉറങ്ങരുത്. റമദാൻ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉറങ്ങിപ്പോയേക്കാം, പക്ഷെ അത് ഉറങ്ങുന്ന സമയമല്ല. അത് ഉറങ്ങുന്ന സമയം സൂര്യൻ ഉദിച്ചിട്ട് വേണമെങ്കിൽ ഉറങ്ങിക്കോളി, സൂര്യൻ ഉദിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്തോളി, ഉറങ്ങിക്കോളി. പക്ഷെ റമദാനിൽ പ്രത്യേകിച്ചും, കാരണം ആ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബർക്കത്തുള്ളത്. അതേപോലെ തന്നെയാണ് അത്താഴത്തിൻ്റെ സമയം. അത്താഴത്തിൻ്റെ സമയം ബർക്കത്തുള്ള സമയമാണ്. നമ്മൾ സാധാരണ അത്താഴത്തെ പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പം ഓർമ്മയുണ്ട്, 2-3 മണിക്കൊക്കെയാണ് അത്താഴത്തിന് നിൽക്കുക. നമുക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ? 3 മണിക്കൊക്കെ അത്താഴത്തിന് നിൽക്കും. 1 മണിക്കൊക്കെ എന്നിട്ട് എന്താ ചെയ്യുക? അപ്പം ചോറ് വെച്ചാണ്ട് വയസ്സമ്മക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, അത് കിടക്കും. എന്നിട്ട് സുബൈ 7 മണിക്ക് ആർക്കൊക്കെ റമദാൻ്റെ അവസ്ഥ തന്നെ. ഇപ്പം അൽഹംദുലില്ലാ മാറ്റം വന്നിട്ട് ഇപ്പം സുന്നത്തിലേക്ക് വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ നേരത്തെ 50 ആയത്തിൻ്റെ ഖദറാണ് അത്താഴത്തിൻ്റെ സമയം. ആ അത്താഴം കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. കാരണം ആ അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ
വിശ്വാസം പറഞ്ഞത് അന്ന് വബിൽ അസ്ഹാരിഹും ഇസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞല്ലേ, അത്താഴത്തെ സമയത്ത് അവർക്ക് എന്താണ് പണി? ഇസ്തിഗ്ഫാർ ചെയ്യാൻ. ഒതു കൊടുത്തിട്ട് കാബയിലേക്ക് തിരിഞ്ഞിട്ട് കിബിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കുക, നമ്മൾ മക്കളോട് പറയണം പ്രാർത്ഥിക്കാൻ, നമ്മളും പ്രാർത്ഥിക്കുക. അപ്പോൾ പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയാണ് തോണ്ടി കുത്തിരിക്കരുത്. ഇതൊക്കെ ബർക്കത്തുള്ള സമയത്ത് നമ്മൾ പിന്നെ എന്താ ബർക്കത്ത് നഷ്ടപ്പെടുത്താണ്. അത്താഴത്തിൻ്റെ സമയം വളരെ ബർക്കത്തുള്ള സമയമാണ്. അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചതിന് ശേഷമുള്ള സമയം. പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഉറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റമദാൻ എന്ന് പറഞ്ഞ ഉറക്കിൻ്റെ മാസമല്ല, അതുകൂടി നമ്മൾ പക്ഷേ കുറച്ച് ഉറങ്ങണം. പക്ഷെ ഉറങ്ങുമ്പോൾ നമുക്ക് നീയത്തുണ്ടായാൽ ആ ഉറക്കന് കൂലിയിട്ടുന്ന അതേഫാറുല്ലാന്ന് പറയേണ്ട അഹ്തസിബ് ഖൗമത്തി കമ അഹ്തസിബ് നൗമത്തി, ഞാൻ എൻ്റെ ഉറക്കിലും അള്ളാഹിനോട് കൂലി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഉറങ്ങണമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ശേഷം ഉറങ്ങിയിട്ടില്ലെങ്കിൽ തറാവീക്ക് ഒരു ഉറക്കം വരും. അതുകൊണ്ട് തറാവീക്ക് ഉറക്കം വരാതെ ഒരു ഉന്മേഷത്തോടുകൂടി നിസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നത് എന്നൊരു നീയത്തൊരു മനുഷ്യനുണ്ടായാൽ അവനൊന്നുണ്ടാവും, ഉറക്കിനും കൂലിയിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം അതാണ് മുബാറക്ക് എന്ന് പറഞ്ഞത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിന് അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ഓരോ ആയത്തുകൾക്കും അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനല്ല ചോദിക്കാൻ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ബർക്കത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി ആ ബർക്കത്ത് അൻസല്ലാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഖുർആനിൻ്റെ വേദഗ്രന്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്ബോധനവും ബർക്കത്തുമാക്കിയിരിക്കുന്നു. ഇതിനുള്ള ചോദിക്കാൻ അഫ അൻതും ലഹു മുൻകിറൂൻ, എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണോ? അൻകറ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള ഈ വേദഗ്രന്ഥത്തെ, അതിൻ്റെ ബർക്കത്തിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? സത്യനിഷേധികളായ ആളുകളാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അൻകറ എന്ന് പറഞ്ഞാൽ നക്കാറത്ത് എന്ന് പറഞ്ഞാൽ അപരിചിതത്ത് എന്നർത്ഥം. കൗമുൻ മുൻകറു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകളുടെ പേരെന്താ? ഒന്ന് മുൻകർ, നക്കീർ. മുൻകർ എന്ന് പറഞ്ഞാൽ അപരിചിതം എന്നർത്ഥം. അല്ലാതെ വേറെ മുൻകറുണ്ട് തിന്മ എന്നർത്ഥത്തിലുള്ള, അതല്ല. അപ്പോൾ അഫ അൻതും ലഹു മുൻകിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണോ, അതല്ല അല്ലെങ്കിൽ അതിനോട് അപരിചിതത്വം നടിക്കുകയാണോ? അപ്പോൾ ഖുർആൻ അള്ളാഹു ഇറക്കിയ കിതാബാണ്. ആ ഖുർആനെ പിന്നെ നിങ്ങൾ നിഷേധിക്കുകയാണോ? എന്തൊരു വൈരുദ്ധ്യമാണ്! ഇതാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ച് ചോദിക്കണം. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട പിന്നെ ചരിത്രമാണ് അള്ളാഹു വിശദീകരിക്കുക. അപ്പോൾ ഖുർആൻ്റെ മൂസാ നബിൻ്റെത് പറഞ്ഞു, പിന്നീട് റസൂലുള്ളാഹിൻ്റെത് പറഞ്ഞു, പിന്നീട് ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. ഇതിനത് പറയും വലഖദ് ആതൈന ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം നൽകിയിരിക്കുന്നു റുഷ്ദഹു. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഇൽമ്, വിവേകം എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം അദ്ദേഹത്തിന് റുഷ്ദ് നൽകിയിരുന്നു, ഇൽമ് നൽകിയിരിക്കുന്നു. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഇൽമ് എന്നർത്ഥമുണ്ട്. മിൻ ഖബ്ലു, ഇതിനു മുമ്പ്. ആർക്ക്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും റസൂലുള്ളാഹിക്കും ഒക്കെ മുമ്പ് ആർക്ക് നാം വേദഗ്രന്ഥം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വിവേകം കൊടുത്തിരിക്കുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം നബിയും റസൂലുള്ളാഹിയും അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇവിടെ പറഞ്ഞു. ഈ മൂന്ന് പ്രവാചകന്മാരെ പറ്റി ഇവിടെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം പിന്നെ ജീവിച്ചത് ഇവിടെ ഇറാഖിലാണ്. ഇറാഖിൽ പിന്നെ ആണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത്. ഇറാഖിൽ നിന്ന് പിന്നീട് അദ്ദേഹം പിന്നെ ഷാമിലേക്ക് ഹിജറ പോകുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഇറാഖിലെ ഊർ പട്ടണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കണം, ബാബിലോണിയയിലുള്ള. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹവും അദ്ദേഹത്തിൻ്റെ പിതാവും കുടുംബങ്ങളൊക്കെ ആർക്കെതിരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിന് വിശ്വസിച്ചിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരും മാത്രമല്ല, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലല്ല, മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്രാമം തോന്നിയാസം ചെയ്ത ആൾക്കാർ നമുക്ക് വിശദമായി വരുന്നുണ്ട്. അപ്പോൾ ആ തോന്നിയാസം എവിടെ ഉണ്ടായിരുന്നില്ല? ഇബ്രാഹിം നബിൻ്റെ കൗമിലില്ല, അതാ നാട്ടിൽ മാത്രമുള്ളൂ. ഈ വൃത്തി പിന്നെ സ്വവർഗരതി എന്ന് പറയുന്ന ഈ തോന്നിയാസം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമിലുണ്ടായിരുന്നു. ആ ലൂത്ത് നബി ആരായിരുന്നു? ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ സഹോദരപുത്രൻ, ബാപ്പാൻ്റെ സഹോദരൻ്റെ പുത്രനായിരുന്നു ആര്? പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മനസ്സിലല്ലേ? അപ്പോൾ ആ പിന്നെ ലൂത്ത് നബി ഇബ്രാഹിം നബിയും കൂടെയാണ് പിന്നെ ഹിജ്റ പോകണം.
അതാണ് വലഖദ് ആതൈന ഇബ്രാഹിം റുഷ്ദഹു മിൻ ഖബൽ. ഇതിനു മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം വിവേകവും ഇൽമു കൊടുത്തിരിക്കുന്നു. വകുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തെക്കുറിച്ച് നാം അറിയുന്നവനാണ്. അത് ഇബ്രാഹിം നബിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയുന്നവനാകുന്നു. കാരണം റസൂലുള്ളാഹിക്ക് ഇബ്രാഹിം നബിൻ്റെ ചരിത്രം അറിയില്ലല്ലോ. അള്ളാഹ് പറഞ്ഞു കൊടുത്തത് എന്ത് ചെയ്യുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയുള്ളൂ. അതാണ് പിന്നെ ഇബ്രാഹിം നബിൻ്റെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി തുടങ്ങണം. അതുപോലെ ലഖദ് ആതൈന ഇബ്രാഹിം റുഷ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ, നാം ഇബ്രാഹിം നബിയെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവനായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബിൻ്റെ ചരിത്രം പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ആയത്ത് അത്ര മതി ഇൻഷാ അല്ലാഹ്. അപ്പം ഈ മൂസാ നബിക്കും റസൂലുള്ളാഹിനെ പറ്റിയും പറഞ്ഞു, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റും. ഇതാണ് ഈ 2-3 ആയത്തുകളിലുള്ള നിർദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന സഹോദരിയെ തോന്നുന്നു, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളെല്ലാം മായ്ക്കുന്ന സമയങ്ങളുണ്ടോ? ജനനം മുതൽ മരണം വരെയുള്ള തെറ്റുകൾ രേഖയിലുണ്ടാകുമോ? റമളാനിൽ തെറ്റുകൾ മായ്ക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഹുമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എഴുതി വെക്കും. പക്ഷേ എഴുതി വെക്കുമ്പോൾ ചില സംഗതികൾ മനസ്സിലാക്കണം. ചില കഫാറത്ത് ദുനൂബ് എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മായ്ക്കപ്പെടാനുള്ള സംവിധാനങ്ങളും അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സംവിധാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വുളു. വുളു ചെയ്യുമ്പം നമ്മൾ ഏതൊക്കെ അവയവങ്ങൾ കഴുകുന്നുണ്ടോ ആ അവയവങ്ങളിലുള്ള തെറ്റുകളെല്ലാം, ചെറിയ തെറ്റുകളെല്ലാം അതിലൂടെ എന്ത് ചെയ്യുന്നു, കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ വുളു എന്ന് പറഞ്ഞ് ശരിക്കും അതിനൊരു കൈയും കാലും കഴുകൽ മാത്രമല്ല ഉള്ളത്, അതിൻ്റെ ഒരു പാപമോചനത്തിൻ്റെ ഒരു വശം കൂടിയും വുളുവിനുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു കസ്റത്തുൽ ഖുത്തായിൽ മസാജിദ്, പള്ളിയിലേക്ക് നടത്തം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഓരോ നടത്തത്തിലും ഒരു തെറ്റ് പൊറുക്കപ്പെടുകയും ഒരു ദർജ കൂടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്തിദാർ സ്വലാത്ത് ബഅദ സ്വലാത്ത്, ഒരു നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം അത്രയും സമയം അവൻ നമസ്കാരത്തിൽ ആയിരിക്കും, അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ 2 റക്അത്ത് വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പിന്നെ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്, അല്ലാഹു പറഞ്ഞു വഅത്ബിഇ സയ്യാത്തിൽ ഹസന തംഹുഹാ, നീ തിന്മ ചെയ്താൽ ഉടനെ നന്മ ചെയ്യുക, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 5 നേരം ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ 5 വക്ത് കൃത്യമായി നിസ്കരിച്ചാൽ 5 സമയത്തൊരു പുഴയിൽ കുളിച്ച് ശുദ്ധിയാക്കി വൃത്തിയായവനെ പോലെയാണ്. അവൻ്റെ പിന്നെ ശരീരത്തിലും ഇതിലൊന്നും ഉണ്ടാവില്ല, പൊടിയില്ലാത്തതുപോലെ തന്നെ അവന് തെറ്റുകളും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇബാദത്തുകളൊക്കെ തന്നെയും ഇപ്പം നിങ്ങൾ നിസ്കാരം തന്നെ നോക്കി, നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽക്കുള്ള പ്രാർത്ഥന എടുത്ത് നോക്കി. നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷമുള്ള ദുആഉൽ ഇസ്തിഫ്താഹ് മുതൽ എന്താ പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഇസ്തിഗ്ഫാറാണ് അല്ലേ? പടച്ചവൻ്റെ പാപം പുറത്തരുന്നല്ലേ. റുക്കൂൽ എന്താ പ്രാർത്ഥിക്കണത്? സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, സമയ അല്ലാഹു ലമൻ ഹദാ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സുജൂദിൽ അല്ലാഹുമ്മ ഇഗ്ഫിർലി പ്രാർത്ഥിക്കുന്നു. ഇടയിൽ യുദ്ധത്തിൽ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം നിസ്കാരം മുഴുക്കയും എന്താണ്? ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അതുപോലത്തെ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. കാരണം നിസ്കാരത്തെ മുഴുവൻ നമ്മൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള സബബുകളായി, ഒരു കാരണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ട്, പിന്നെ റമളാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വെച്ചാൽ നോമ്പ്, മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, എല്ലാ പാപങ്ങളും നോമ്പിലും പൊറുക്കപ്പെടും. അതുപോലെ തന്നെ പിന്നെ നിസ്കാരത്തിലൂടെ പൊറുക്കപ്പെടും. റമളാൻ ഇസ്തിഗ്ഫാറിൻ്റെ മാസം കൂടിയാണ്. അതാണ് ആവശ്യത്തെ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്. പിന്നെ ജനനം മുതൽ മരണം വരെയുള്ള തെറ്റുകൾ രേഖയിലുണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത്, വിശ്വാസികളാണെങ്കിൽ അവർക്ക് പുറത്ത് കൊടുക്കും. പിന്നെ ഇസ്തിഗ്ഫാർ ചിലപ്പം ചെയ്താൽ പുറത്ത് കൊടുക്കും, ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ എന്ത് ചെയ്യും?
വയഗ്ഫിർ ലിമൻ യശാ. അതായത് ഓരോ ഇസ്തിഗ്ഫാറൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ തെറ്റുകൾ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കും. ഇതാണ് ആ വിഷയത്തിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും റമളാനിലേക്ക് ആഫിയത്തോടുകൂടി പ്രവേശിക്കാനും റമളാനിൽ പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ അബ്ദുൽ ഖാദിർ ക കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോകം ബർസഖിയായ ജീവിതം വളരെ സുന്ദരവും അതുപോലെ തന്നെ സ്വർഗ്ഗ പൂന്തോപ്പ് കണ്ട് ആസ്വദിച്ച് ഖബർ ജീവിതം നയിക്കുന്ന മഹാസൗഭാഗ്യം അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. കാരണം നമ്മൾ 2 ആഴ്ച മുമ്പ് ഇതുപോലത്തെ ക്യൂച്ചിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ മകളെ നിക്കാഹ് ഖുത്ബ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഏപ്രിൽ 16 നടക്കുന്ന മനുഷ്യൻ്റെ കാര്യത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന വിധത്തിലാവില്ല മനുഷ്യന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുക. ഏതായിരുന്നാലും നമുക്കൊക്കെ മരിക്കേണ്ടതാണ്. ഇവിടെ വെച്ച് മരിച്ചാലും ഏത് സന്ദർഭത്തിൽ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവും അല്ലാഹു നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.